എല്ലാവർക്കും നമസ്കാരം. സാലാർ ഡി ഉയൂനി ബൊളീവിയയിലെ ഒരു ഉപ്പുപാടമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുപാടം. ബൊളീവിയയുടെ ആൻഡസ് പർവ്വതനിരയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഉപ്പുപാടം ലോകത്തിലെ ഏറ്റവും വലിയതായിട്ടാണ് അറിയപ്പെടുന്നത്. മാത്രവുമല്ല, ഈ ഉപ്പുപാടത്ത് ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ചെറിയ ലെയർ ഫോം ചെയ്യും. അതങ്ങനെ ലോകത്തിലെ സ്വാഭാവികമായ ഏറ്റവും വലിയ കണ്ണാടി എന്നും അറിയപ്പെടുന്നു. നമ്മൾ പെറുവിലെ യാത്ര കഴിഞ്ഞിട്ട് ലാപാസ് വഴി അവിടുന്ന് രാത്രിയത്തെ ബസ് പിടിച്ച് നമ്മൾ സാലാർ ഡി ഉയൂനിലെ ചെറിയ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അവിടെ നിന്ന് ഫ്രഷപ്പായി. അവിടുന്ന് സ്റ്റാൻഡേർഡ് പാക്കേജ് എന്ന് പറയുന്നത് രാവിലെ ഒരു 10 മണിക്ക് പോവുക. ഇവിടുത്തെ ചെറിയൊരു അങ്ങാടിയുണ്ട്. അവിടെ ചില ഉപ്പ് ഫാക്ടറികളുണ്ട്. ഉപ്പ് ഫാക്ടറികൾ എന്ന് പറയുമ്പം ചെറുതാണ്, കുടിൽ വ്യവസായം പോയ എല്ലാവരും നടത്തുന്നതാണ്. പിന്നെ ഇവിടുത്തെ ട്രെയിൻ സിമിത്തേരി, തീവണ്ടിയുടെ ശവപ്പറമ്പ് കാണുക. സാലാർ ഡി ഉയൂനി എന്ന് പറയുന്ന സാറ്റ് പാർട്ടിൽ പോവുക. അവിടുത്തെ മിറർ ഇഫക്റ്റ് ആസ്വദിക്കുക. അവിടുന്ന് ഭക്ഷണം കഴിക്കുക. അതിനുശേഷം അവിടെയുള്ള ചില മോന്യുമെൻറ്റ്, ഇൻ്റർനാഷണൽ ഫ്ലാഗ് പ്ലാസ, ദക്കാർ മോന്യുമെൻറ്റ് മുതലായ സ്ഥലങ്ങളിൽ പോവുക, ഫോട്ടോ എടുക്കുക, മിറർ ഇഫക്റ്റ് ആസ്വദിക്കുക, പലതരം ഫോട്ടോകൾ എടുക്കുക. ഫോട്ടോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവീസ് ഉണ്ട്. ഗൈഡിൻ്റെ സാന്നിധ്യത്തിൽ, ഗൈഡിൻ്റെ ഡയറക്ഷനിൽ ചില പോസുകളിൽ നമ്മളിങ്ങനെ നിൽക്കും. അത് അവർ വീഡിയോയിൽ പകർത്തും. അതൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവസാനം സൺസെറ്റ്. അതോടുകൂടി കഴിയുകയാണ്. 6 മണിയോടുകൂടി തിരിച്ച് ഹോട്ടലിലെത്തുക. അന്ന് രാത്രി തന്നെ ലാപാസിലേക്ക് തിരിച്ചു പോവുക. അതാണ് നമ്മുടെ പ്ലാൻ. ഇത് നമ്മൾ പോകുന്ന യാത്രയിലുള്ള പ്രധാന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് തീവണ്ടികളുടെ ശവപ്പറമ്പ്, ട്രെയിൻ സിമിത്തേരി എന്ന് പറയും. 1940 മറ്റാണ് വൻ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനുകളിൽ ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. അതായത് ഇവിടെ ഈ ഉപ്പിൻ്റെ കയറ്റുമതി, ഇത് മെയിൻ ഹബ്ബായിട്ട് ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഉപ്പ് കയറ്റി അയക്കുക. കൂട്ടത്തിൽ തന്നെ ഖനനം, ലിഥിയം ശേഖരം ധാരാളമുണ്ട് ഈ ഉപ്പുപാടത്തിൻ്റെ അടിയിൽ. അത് കയറ്റി അയക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ട്രെയിൻ ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ പ്രാദേശികമായിട്ട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം അത് ഒഴിവാക്കുകയാണ് ചെയ്തത്, ആ പദ്ധതി. അങ്ങനെ ഈ ട്രെയിനുകൾ ഇവിടെ ഒരു ഉപയോഗശൂന്യമായി കിടന്നു. അത് മറ്റുള്ള ആവശ്യങ്ങൾക്കോ റീസൈക്ലിങ്ങിനോ ഒന്നും കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചില്ല. പിന്നെ ഈ ഉപ്പ് കാറ്റും മഴയൊക്കെ കണ്ട് ഇതിൻ്റെ രൂപം മാറുകയും തുരുമ്പ് പിടിക്കുകയും ചെയ്തു. കാലക്രമേണ ഈ സാലാർ ഡി ഉയൂനിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ വന്നത് കാണി അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറുകയാണ് ഉണ്ടായത്. ഇവിടെ പ്രധാനമായിട്ട് ഫോട്ടോ എടുക്കുകയാണ് പ്രധാന ആക്ടിവിറ്റി. ധാരാളം ആൾക്കാർ ഇതേപോലെ കഷ്ടപ്പെട്ടൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ചാടിയിട്ട് പല വിധത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. നമ്മൾ അതിൻ്റെ അടുത്ത സീനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇവിടെ ഒരു ഉപ്പ് ഫാക്ടറി ഉണ്ട്, അങ്ങോട്ടുള്ള യാത്രയാണ്. നമ്മളിങ്ങനെ സാൾട്ട് ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഫാക്ടറി എന്ന് പറയാനില്ല, കുടിൽ വ്യവസായമാണ്. പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വരുമാനം കണ്ടെത്തുന്ന ഒരു സംവിധാനമാണിത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഇവിടുത്തെ ആൾക്കാർ ഈ ഉപ്പുപാടത്തുനിന്ന് ഉപ്പ് ശേഖരിച്ച് ഉണക്കി ഇവിടെ കൊണ്ട് കൊടുക്കും. ഈ ഫാക്ടറിയിൽ ഇത് ശുചീകരിച്ച് അയഡിൻ ചേർത്ത് പാക്ക് ചെയ്ത് ബൊളീവിയയുടെ മറ്റ് സിറ്റികളിലേക്ക് അയക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ബിസിനസ്. നമ്മൾ അവിടുന്ന് സാധാരണഗതിയിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു സൗവനിയറായിട്ട് ചെറിയൊരു പാക്കറ്റ് ഉപ്പ് കൊണ്ടുപോകാറുണ്ട്. നമ്മളിങ്ങനത്തെ സൗവനിയറൊന്നും മേടിക്കാറില്ല. കാരണം നമ്മൾ ബാക്ക് പാക്ക് 7 കിലോ ഫ്ലൈറ്റിൽ ക്യാബിൻ ബാഗേജ് കൊണ്ടുപോകാൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ അതിനെ കഴിഞ്ഞ് ചെറിയ ബാഗാണ്, അണ്ടർ സീറ്റ്. അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഫ്ലൈറ്റിൽ മാറിയിട്ടുണ്ട്. ലഗേജുകൾ ഏറ്റവും മിനിമം ആക്കുക എന്നുള്ളതാണ് ഫ്ലൈറ്റ് കമ്പനി തന്നെ ഉദ്ദേശിക്കുന്നത്.
നമ്മളെന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭാരം കൂടും. അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സൗവനീറുകളൊന്നും നമ്മൾ സാധാരണ യാത്രയിൽ വാങ്ങിക്കാറില്ല. നമ്മളവിടെ നിന്ന് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി പ്രധാന സ്ഥലമായ ദി ഒറിജിനൽ സാല ഡി യുയൂനി സാൾട്ട് ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കാലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബൂട്ട്സ് അവർ തരും. അത് നമ്മൾ ധരിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 12 ആയിപ്പോൾ ഇവിടെ എത്തുമ്പോൾ വൈകുന്നേരം 6 മണി വരെ നമുക്കിവിടെ നിൽക്കണം. കാരണം സൺസെറ്റും കൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ 6 മണിക്കൂറോളം കാല് ഉപ്പുവെള്ളത്തിലായാൽ സ്ഥിതി നമുക്കറിയാമല്ലോ. നമ്മളിങ്ങനെ ഒരു വാഹനത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ആ മിറർ എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു റൂട്ട് മാറ്റി പിടിക്കുകയാണ്. ഇപ്പോൾ ഒരു കണ്ണാടി പോലെ നമുക്ക് കാണാം. നമ്മൾ ആകാശത്തൂടി നടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. സാൾട്ട് ഫ്ലാറ്റിൽ മഴ നനഞ്ഞ് ചെറിയൊരു ലെയർ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ പ്രതിഫലിച്ചിട്ടാണ് ഇങ്ങനെയൊരു സീൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്വാഭാവികമായിട്ടുള്ള കണ്ണാടി, നാച്ചുറൽ മിറർ എന്നറിയപ്പെടുന്നത്. ഇവിടെ വരിക, ഇവിടുത്തെ കാര്യങ്ങൾ ആസ്വദിക്കുക. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഗൈഡിൻ്റെ നേതൃത്വത്തിൽ ചില സിനിമ ഷൂട്ടിങ്ങുകളുണ്ട്. ഇത് ഐസ് ഓഫ് സാൾട്ട് ഫ്ലാറ്റ് എന്ന് പറയും. സാൾട്ട് ഫ്ലാറ്റിൻ്റെ കണ്ണുകൾ, ഓയോസ് ഡെൽ സാലാർ എന്ന് സ്പാനിഷിൽ പറയും. ഇങ്ങനെ ബബിളിങ് ആണ്. അവിടെ വെള്ളവും ഗ്യാസും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരികയാണ്. നമ്മൾ ആൾക്കാർ പേടിക്കും ഇത് ചൂടുള്ളതാണോ എന്നുള്ള സംശയം അവർക്ക് തോന്നാറുണ്ട്. സാധാരണ നമ്മുടെ ഹോട്ട് സ്പ്രിങ്സിലൊക്കെ കാണുന്ന പോലെ ചൂടുള്ളതാണോ എന്ന് പേടിച്ച് തൊട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളത്തിന് ചൂടില്ല. ബബിൾസ് എന്ന് പറയുന്നത് മീഥേൻ ഗ്യാസാണ്. പിന്നെ എയറും കംപ്രസ്ഡായിട്ട് ഭൂമിയുടെ പുറത്തേക്ക് റിലീസായി വരുന്നു. ഇത് സ്ഥിരമായിട്ടൊരു സ്ഥലത്തല്ല ഉണ്ടാവുക. ഈ വെള്ളത്തിൻ്റെ ഫ്ലോ അനുസരിച്ച്, അടിയിലുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ അനുസരിച്ച് ഓരോ സൈറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. ഇത് ഗൈഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. പല പോസുകൾ നിർത്തിയിട്ട് ഒരു വീഡിയോ ആണ്. കുറച്ച് നീളമുള്ള വീഡിയോ ആണ്. അതിൽ കട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. ഇതൊരു അടുത്ത ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇൻ്റർനാഷണൽ ഫ്ലാഗ് പ്ലാസ എന്ന് പറയും. ഇവിടെ കുറേ രാജ്യങ്ങളുടെ ഫ്ലാഗ് കൊണ്ട് കുത്തിയിട്ട് എല്ലാവരും അത്യാവശ്യം ഒരു വൃത്തികേടായിട്ടുണ്ട്. കാരണം ആരെങ്കിലും കൊണ്ട് കുത്തും. അതിനുശേഷം ഈ ഉപ്പ് കാറ്റും ഒക്കെ അടിച്ചിട്ടെല്ലാം നശിക്കും. ചില ആൾക്കാർ വരുന്നൊരു പുതിയ ഫ്ലാഗുകൾ കൊണ്ടുവന്നിട്ട് കുത്തിയിട്ട് വീണ്ടും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അടുത്തത് നമ്മളൊരു ദക്കാർ ബൊളീവിയ എന്ന് പറയുന്നൊരു സ്മാരകമാണ്. ഇവിടെ സൗത്ത് അമേരിക്ക നടക്കുന്ന വലിയൊരു റാലിയാണ് ദക്കാർ റാലി. പാരീസിലെ മറ്റോ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലായി. അവിടെ എന്തോ സേഫ്റ്റി പ്രോബ്ലം ആണെന്നും പറഞ്ഞിപ്പം സൗത്ത് അമേരിക്കയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ബൊളീവിയ അതിൻ്റെ പ്രധാന ഒരു ഭാഗമാണ്. ഏറ്റവും ടഫായിട്ടുള്ള ഒരു റാലിയായിട്ടാണ് അറിയപ്പെടുന്നത്. ടൂറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ സൂര്യാസ്തമയം കാണുക എന്നുള്ളതാണ്. അത് നമ്മൾ കാണുക, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, ക്യാമറയിൽ പകർത്തുക. പതുക്കെ ഉയൂനി സിറ്റി ഭാഗത്തേക്ക് പോവുക. ഇന്ന് രാത്രി തന്നെ ലാപാസിലേക്ക് പോവുക. ഇവിടെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും അപൂർവമായ വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.